ഗായ്സ്, അപ്പൊ അങ്ങനെ വീണ്ടും ഒരു ന്യൂ ഇയർ വന്നെത്തിയിരിക്കുകയാണ്. എല്ലാ വർഷത്തെയും പോലെ കുറെ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഒക്കെ എടുത്ത് പാളിപ്പോയി. ഇനി എന്ത് ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുക്കുമെന്ന് ചിന്തിച്ചിരിക്കുന്ന കുറെ ആളുകൾ. ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഒന്നും ശരിയല്ല, അതൊക്കെ എന്തിനാ ജനുവരിയിൽ മാത്രം നടക്കുന്ന ഒരു സംഭവമാണെന്ന് വിചാരിക്കുന്ന മറ്റു പല ആൾക്കാരും. അങ്ങനെ കുറെ ടൈപ്പ് ഓഫ് ആളുകളുടെ ഇടയിൽ ഞാനും എന്റെ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ആയിട്ട് എത്തിയിട്ടുണ്ട്. സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ തമ്മനയിൽ കണ്ട പോലെ ഇന്നത്തെ വീഡിയോ ഇസ് ഓൾ അബൌട്ട് മൈ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ആൻഡ് സം സജഷൻസ് ഫോർ യു ടു ഹാവ് സം ന്യൂ ഇയർ റെസൊല്യൂഷൻ ഫോർ ദ ന്യൂ ഇയർ. ഞാൻ കുറച്ച് ദിവസമായിട്ട് അനുഭവിക്കുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡിജിറ്റൽ അഡിക്ഷൻ ആണ്. ഇപ്പം സോഷ്യൽ മീഡിയ ആണെങ്കിലും എന്ത് തരത്തിലുള്ള ഓൺലൈൻ ഗാഡ്ജറ്റ്സ് ആണെങ്കിലും വല്ലാണ്ട് ഞാൻ അതിൽ അഡിക്റ്റഡ് ആകുന്നത്. ഫോൺ ഇല്ലാണ്ട് ഇരിക്കാൻ പറ്റില്ല എന്നുള്ള സിറ്റുവേഷനിലേക്ക് നിൽക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ എൻ്റെ ന്യൂ ഇയർ റെസൊല്യൂഷൻ നമ്പർ 1, ഡിജിറ്റൽ ഡീറ്റോക്സ്. ഇത് എത്രത്തോളം പ്രാവർത്തികമാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ സ്റ്റിൽ ഡിജിറ്റൽ ഡീറ്റോക്സ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി കുറച്ച് സ്റ്റെപ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റെപ്പ് നമ്പർ 1, നമ്മുടെ അടുത്ത് നിന്ന് ഫോണിനെ മാറ്റി വെക്കാൻ ശ്രമിക്കാം. ഇപ്പൊ ഉദാഹരണത്തിന് എന്ത് പരിപാടി നടക്കുമ്പോഴും ഫോണിനെ തൊട്ടടുത്ത് കൊണ്ടുവയ്ക്കാതെ കുറച്ച് അകലത്ത് കൊണ്ടുവെക്കാൻ ശ്രമിക്കുക. ആൻഡ് ഓൾസോ ഫോണിലുള്ള എല്ലാ നോട്ടിഫിക്കേഷൻസും ഓഫ് ചെയ്ത് വെക്കാൻ നമുക്ക് ശ്രമിക്കാം. അപ്പൊ തന്നെ ഒരു പരിധി വരെ നമുക്ക് ഫോണിനോടുള്ള ആ ഒരു ഫോൺ എടുത്ത് നോക്കാനുള്ള ഒരു തോന്നൽ ഒരു പരിധി വരെ കുറയും. തേർഡ് പോയിന്റ്, ഒരുവിധം ആപ്ലിക്കേഷൻസിലെല്ലാം ടൈം ലോക്ക് വെച്ചിട്ട് ആ ആപ്ലിക്കേഷൻസ് നമ്മൾ നോക്കുന്നതിനോടുള്ള ഒരു ട്രാക്കിംഗ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. എത്ര സമയം നമ്മൾ ആ ആപ്പ് ഉപയോഗിക്കുന്നുണ്ട് എന്നൊക്കെ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റിയാൽ ഒരു പരിധി വരെ നമുക്ക് നമ്മുടെ സോഷ്യൽ മീഡിയ അഡിക്ഷൻ കുറയ്ക്കാനായിട്ട് പറ്റും. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഭയങ്കര അഡിക്റ്റഡ് ആകുന്നത് കൊണ്ട് വളരെ നിമിഷ നേരം കൊണ്ട് നമ്മുടെ സ്വഭാവങ്ങളൊക്കെ മാറുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനി ഒരു ജനറേഷൻ ഇത്തരം അല്ലാത്ത രീതിയിൽ ഇത്തരം സോഷ്യൽ ഗാഡ്ജറ്റ്സിൽ പെട്ടുപോവാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പൊ തന്നെ അത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. റെസൊല്യൂഷൻ നമ്പർ 1 പ്രാവർത്തികമാക്കണമെങ്കിൽ എന്റെ സോഷ്യൽ മീഡിയ അഡിക്ഷൻ കുറയ്ക്കാൻ വേറെ എന്തെങ്കിലും സൊല്യൂഷൻസ് ഞാൻ കണ്ടുപിടിക്കണം. മേ ബി ഫോർ എക്സാമ്പിൾ വേറെ എന്തെങ്കിലും ഒരു ടൈം, ആ ടൈമിനെ എനിക്ക് സ്പെൻഡ് ചെയ്യാൻ വേറെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി വേണം. സോ എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് റീഡിങ്. സോ ഞാൻ കുറച്ച് പുസ്തകങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ട് ഇനി അങ്ങോട്ട് കുറച്ച് വായന തുടങ്ങാം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. സോ എല്ലാം ജനുവരി 1 തുടങ്ങാമെന്ന് വിചാരിച്ചെങ്കിൽ നടക്കാനൊന്നും പോലില്ല. സോ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങാം. സോ അതിന്റെ ഭാഗമായിട്ട് ഞാൻ കുറച്ച് റീഡിങ് ഹാബിറ്റ്സ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നെ ഇൻസ്പയർ ചെയ്യുന്ന രീതിയിലുള്ള കുറച്ച് ബുക്സും ഞാനിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. There is no good time to start your favorite book. Resolution number 3. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, ഫിസിക്കൽ ഫിറ്റ്നസ്. സോ നമ്മുടെ ബോഡി തന്നെ പല സിംറ്റംസിലൂടെ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദാറ്റ് ഐ ആം ഗെറ്റിംഗ് വീക്ക്, എനിക്ക് കുറച്ച് മോട്ടിവേഷൻ തരൂ, എന്നെ ഒന്ന് എനർജറ്റിക് ആക്കൂ എന്ന് എൻ്റെ ബോഡി തന്നെ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. സോ ഓൾറെഡി അത് ഇതേ പറഞ്ഞ പോലെ തന്നെ ജനുവരി 1 ഞാൻ ജിമ്മിൽ പോയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചൊന്നും നടക്കാൻ പോകുന്നില്ല. ജിമ്മിൽ ഫുൾ തിരക്കായിരിക്കും 1 അതിനുശേഷം പിന്നെ ആരും ആ പടിവാതിൽക്കലിന് പോകില്ല എന്നാണ് നമ്മൾ പറയാം. സോ അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി എൻ്റെ കുറച്ച് ഫിസിക്കൽ ആക്ടിവിറ്റീസും ഫിറ്റ്നസ് പ്രോഗ്രാമും സ്നാപ് ഫിറ്റുമായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവർ തന്നിട്ടുള്ള പ്രിപ്പയർ ചെയ്ത് തന്നിട്ടുള്ള ഒരു ഡയറ്റ് ചാർട്ട് ഫോളോ ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള ഫുഡ് ഹാബിറ്റ്സിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ട്. ഓൾസോ എൻ്റെ ഡ്രിങ്കിങ് വാട്ടർ ഹാബിറ്റ് ഒക്കെ ഭയങ്കര മോശമായിരുന്നു. അതൊക്കെ ഒന്ന് പൊടി തട്ടിയെടുത്ത് ഒരു ട്രാക്ക് ചെയ്യുന്ന രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. സോ ഞാൻ ഫോളോ ചെയ്യുന്ന കുറച്ച് ഫിസിക്കൽ ഫിറ്റ്നസ് ടിപ്സും കാര്യങ്ങളും ഞാനിവിടെ ഷെയർ ചെയ്യാം. ഞാൻ ആദ്യം ഒരു ദിവസം രാവിലെ എഴുന്നേറ്റാൽ ഒരു ഗ്ലാസ് നിറച്ചും ചൂടുള്ള ജീരക വെള്ളം കുടിക്കും. ഇത് നമ്മുടെ സ്റ്റമക്ക് അപ്സെറ്റിനൊക്കെ നന്നായി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. ഓൾസോ ഞാൻ യൂട്യൂബ് നോക്കി ചില സൂംബ അതുപോലത്തെ ഡാൻസസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യും. ഞാൻ ഇമോഷണൽ പിഗ്ഗാണ്. എന്താണ് എൻ്റെ അപ്പത്തെ ഇമോഷൻ, അപ്പം എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ എന്താണോ അത് ചാടിക്കയറി ചെയ്യാന്നല്ലാതെ ആലോചിച്ച് ഒരു ഇമോഷന്റെ പുറത്ത് വന്നിട്ട് തീരുമാനം എടുക്കുന്ന ആളല്ല ഞാൻ, അല്ലായിരുന്നു ഞാൻ. ഇനി മുതൽ അങ്ങോട്ട് അങ്ങനെ ആവരുത് എന്നാണ് എൻ്റെ ഒരു തീരുമാനം. ഐ തിങ്ക് ദിസ് ഇസ് എ ഗുഡ് ഡിസിഷൻ എവരിബഡി ഷുഡ് ടേക്ക്. ഇപ്പം ഫോർ എക്സാമ്പിൾ വളരെ വിശന്നിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ടേസ്റ്റുകൾ, നമ്മുടെ നാക്കിൽ കിട്ടുന്ന ടേസ്റ്റുകൾ എന്ന് പറയുന്നത് ബർഗർ, സാൻഡ്വിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഫാസ്റ്റ് ഫുഡിൻ്റെ ആയിരിക്കാം. അപ്പോൾ ആ ഇമോഷനിലല്ല എന്ത് കഴിക്കണമെന്ന് ഡിസൈഡ് ചെയ്യുന്നത്, ഓൾറെഡി ആ ദിവസത്തിൽ ഓരോരോ നേരത്തെ എന്തൊക്കെ കഴിക്കണമെന്ന് ഡിസൈഡ് ചെയ്ത് വെക്കുക. അതൊരു ഗുഡ് തിങ് ആണ്. അപ്പോൾ നമ്മുടെ മുന്നത്തെ റെസൊല്യൂഷനെ അത് ഹെൽപ്പ് ചെയ്യും. 4th റെസൊല്യൂഷനും അതൊരു ഗുഡ് ഡിസിഷൻ ആയിരിക്കും. ഓൾസോ വളരെ വിഷമം വന്നിരിക്കുമ്പോൾ തീരുമാനം എടുക്കാതിരിക്കുക, വളരെ സന്തോഷം വന്നിരിക്കുമ്പോൾ തീരുമാനം എടുക്കാതിരിക്കുക, വളരെ ദേഷ്യത്തിലുള്ളപ്പോൾ നിശബ്ദമായിരിക്കുക, ഒന്നും സംസാരിക്കാതിരിക്കുക. ബിക്കോസ് ആ സമയത്ത് നമ്മൾ പറയുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനും കഴിയില്ല. ആൻഡ് ദ ഫൈനൽ റെസൊല്യൂഷൻ that I'm going to take is resolution number 5, ending the procrastination. ഈ ഒരു വീഡിയോ തന്നെ ഇന്നെടുക്കാം, നാളെ എടുക്കാം, മറ്റന്നാൾ എടുക്കാം എന്ന് വിചാരിച്ച് അവസാനം ഈ വർഷം തീരാറായപ്പോഴാണ് എനിക്ക് എടുക്കാൻ സാധിച്ചത്. സോ ഞാൻ ആദ്യമായിട്ട് എനിക്ക് ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന ആഗ്രഹമുള്ള ഒരു കാര്യം പ്രോക്രാസ്റ്റിനേറ്റിംഗ് ആണ്, അതായത് മാറ്റി വെക്കുന്നത്, നിർത്തുന്നത്. എന്ത് കാര്യം ചെയ്യാൻ തീരുമാനിച്ചാലും അത് അപ്പം തന്നെ ചെയ്യാൻ ശ്രമിക്കുക.
ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്, എത്രത്തോളം ശരിയാണെന്നറിയില്ല, എവിടെയോ വായിച്ച ഒരു ഓർമ്മ മാത്രമേ ഉള്ളൂ. ടൈറ്റാനിക് എന്ന് പറയുന്ന വലിയൊരു സംഭവം തന്നെ ഒരു നിമിഷത്തെ ക്യാപ്റ്റന്റെ പ്രൊക്രാസ്റ്റിനേഷനിൽ സംഭവിച്ചതാണ് എവിടെയോ വായിച്ചിട്ടുണ്ട്. സോ എവിടെയോ മൂപ്പർക്ക് ഒരു കോൾ വന്നിരുന്നു, പക്ഷേ അദ്ദേഹം എഴുതി കംപ്ലീറ്റ് ചെയ്യാനുള്ള ഡയറിയോ ആ ഒരു ബുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട്, ആ സെന്റൻസ് കംപ്ലീറ്റ് ചെയ്തിട്ട് കോൾ എടുക്കാം, അങ്ങനെ ഐസ്ബർഗ് അവിടെ മുന്നിലുണ്ട് എന്ന് പറയാനുള്ള ഒരു നോട്ടിഫിക്കേഷൻ കോൾ ആയിരുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു നിമിഷത്തെ പ്രൊക്രാസ്റ്റിനേഷനിൽ സംഭവിച്ചതാണ് എന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. സോ എനിക്ക് എന്തായാലും എൻ്റെ ലൈഫിൽ ഞാൻ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്തത് കൊണ്ട് ഒരു കാര്യം നഷ്ടപ്പെടണ്ട. സോ ഐ എം ഗോയിങ് ടു പ്ലാൻ എ ഗുഡ് തിങ്. എന്ത് കാര്യവും വിചാരിച്ചാൽ അപ്പം തന്നെ ചെയ്യാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നും നാളത്തേക്ക് അല്ലെങ്കിൽ പിന്നത്തേക്ക് മാറ്റി വെക്കുന്നില്ല. ഒരിക്കൽ മാറ്റി വെക്കാൻ ശീലിച്ചാൽ പിന്നെ എല്ലാം മാറ്റി വെക്കാൻ വളരെ എളുപ്പമായിരിക്കും. അതൊരിക്കലും സംഭവിക്കില്ല. നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും നടക്കില്ല. സോ വെൽ ഗൈസ്, ഞാൻ ഡിസൈഡ് ചെയ്തിട്ടുള്ള വെറും 5 റെസൊല്യൂഷൻസ് ആണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വെച്ചത്. ആസ് എ ഹ്യൂമൻ ബീയിങ് നമ്മളെല്ലാവരും ഓരോ വർഷവും നമ്മളെ തന്നെ ഇവാലുവേഷനിലൂടെയും കറക്ഷൻസിലൂടെയൊക്കെ നമ്മളെ ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവരികയാണല്ലേ. അപ്പൊ ചില നല്ല പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളൊരു പുതിയ വർഷത്തിൽ നമ്മളൊരു പുതിയ മനുഷ്യനാക്കുമെങ്കിൽ why can't we have some resolutions? So drop your resolution in the comment box. Subscribe my channel if you like the video. So share to all those friends, those who are in the preparation of their New Year resolutions. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ. ഹാപ്പി ന്യൂ ഇയർ. എല്ലാം പറഞ്ഞു. ഹലോ ഗൈസ്, ഇവളെല്ലാം പറഞ്ഞു നിങ്ങളോട് വന്നിരുന്നു. ബാക്കി ഞാൻ പറഞ്ഞുതരാം. ന്യൂ ഇയർ ആണ്, വലിയ കാര്യം സെലിബ്രേഷൻ നടക്കേണ്ട ആവശ്യമില്ല. എന്തായാലും എടുത്തിട്ട് ജിമ്മിൽ പോയി 2 ദിവസം തിരിച്ചു. അതുകൊണ്ട് മക്കളെ നിങ്ങൾക്ക് എന്താണ് നല്ലതായിട്ട് തോന്നുന്നത് അത് ചെയ്യാം. ന്യൂ ഇയർ വെച്ചിട്ട് പ്രത്യേക സമയം നല്ലത് സമയത്ത് വേണ്ട, മനസ്സിലായോ?